നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ആഷസിലെ രണ്ടാം ടെസ്റ്റിലും ഇംഗ്ലണ്ടിൻ്റെ പരിപ്പിളക്കിയതോടെ WTCയിലെ ഓസ്ട്രേലിയയുടെ കുതിപ്പ് തുടരുകയാണ്. പെർഫെക്റ്റ് സ്റ്റാർട്ട് അതുപോലെ നിലനിർത്തുന്നു. കളിച്ച കളികളെല്ലാം വിജയിച്ച് 100% PCTയിലാണ് അവർ നിൽക്കുന്നത്. ഈ രണ്ടാം ടെസ്റ്റ് നോക്കുക. ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് 334 ഓൾ ഔട്ട് ആകുമ്പോൾ ഓസ്ട്രേലിയയുടെ വക 511 റൺസാണ് വന്നത്. ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ജോ റൂട്ടിൻ്റെ വക സെഞ്ചുറി ഉണ്ടായിരുന്നു. സംഗതി ശരിയാണ്. റൂട്ട് 206 പന്തിൽ നിന്ന് 138 റൺസ് അടിച്ചു. എന്നാൽ ആ ഇന്നിങ്സിൽ ബൗൾ ചെയ്ത സ്റ്റാർക്ക് 6 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി. ഓസ്ട്രേലിയയുടെ ബാറ്റിങ്ങിലോ വെദറാൾഡിൻ്റെ 72, ലബുഷൈൻ്റെ 65, സ്മിത്തിൻ്റെ 61, ഗ്രീൻ്റെ 45, ക്യാരിയുടെ 63, ഇതിനൊക്കെ അപ്പുറം മിച്ചൽ സ്റ്റാർക്കിൻ്റെ 77 ബാറ്റ് കൊണ്ടും അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രണ്ടാം ഇന്നിങ്സിലോ ഇംഗ്ലണ്ടിനെ 241 ഓൾ ഔട്ടാക്കി എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയക്ക് വിജയലക്ഷ്യം വെറും 65 പിന്നെ ഉണ്ടായിരുന്നത്. അവിടെയും സ്റ്റാർക്ക് 2 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയ അനായാസം വിജയലക്ഷ്യം മറികടക്കുകയും ചെയ്തു 2 വിക്കറ്റ് നഷ്ടത്തിൽ. അങ്ങനെ 4-ാം ദിവസം തന്നെ അവർ കളി ജയിച്ചു 8 വിക്കറ്റിന്. ഫലം എന്താണെന്നറിയാമോ? PCT 100%. ഇതിൽ താരം സ്റ്റാർക്ക് തന്നെയാണ്. കാരണം എന്താ, ഇപ്പോൾ ഈ ആഷസിൽ 4 ഇന്നിങ്സിൽ നിന്നായിട്ട് അദ്ദേഹം 18 വിക്കറ്റ് എടുത്തു. 18 വിക്കറ്റ്. 2 ഇന്നിങ്സ് ബാറ്റ് ചെയ്തിട്ട് അദ്ദേഹം 89 റൺസ് അടിച്ചു. സോ മിച്ചൽ സ്റ്റാർക്ക്, പെർത്തിൽ അദ്ദേഹമായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്, ബ്രിസ്ബെയിനിലും അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. സോ സ്റ്റാർക്കിൻ്റെ ചിറകിലേറിയുള്ള കുതിപ്പാണ് ഓസ്ട്രേലിയ ഇപ്പോൾ നടത്തുന്നത്. അതേസമയം ഇംഗ്ലണ്ടിൻ്റെ വില്ലസ് സ്ട്രീക്ക് ഉണ്ടല്ലോ, അത് തുടരുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ മെൻസ് ടീം ടെസ്റ്റ് മത്സരങ്ങളിൽ ഓസ്ട്രേലിയയിൽ 2013 ശേഷം 17 മത്സരങ്ങൾ കളിച്ചു. 2 കളി സമനില, ബാക്കി 15 പൊട്ടി. അപ്പോൾ വില്ലസ് സ്ട്രീക്ക് 17 ആയിട്ടിപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് എന്നർത്ഥം. ഇപ്പോൾ ഇന്ന് കളിക്ക് ശേഷം സ്റ്റോക്സ് പറയുകയാണ്, വേഴ്സ്റ്റ് തിങ് ടു ഡു നൗ ഈസ് നോട്ട് ഹാവ് ഹോപ്പ് എന്നാണ്. ടു നോട്ട് ഹാവ് ഹോപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ആ പ്രതീക്ഷകൾ അവരെത്രത്തോളം ഇനി കാക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ PCT നമ്മൾ നോക്കുകയാണെങ്കിൽ, WTCയുടെ പോയിന്റ് പട്ടിക നോക്കുകയാണെങ്കിൽ, കളിച്ച 5 കളി 5ഉം വിജയിച്ച് ഓസ്ട്രേലിയ 60 പോയിന്റ്, 100% PCTയിൽ മിന്നിക്കത്തി നിൽക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക 4 കളി 3 വിജയം 1 തോൽവി, 75% അവരുടെ PCT, 36 പോയിന്റ് 75%. ശ്രീലങ്കയാണ് മൂന്നാമത്, 2 കളി അവർക്ക് 1 ജയവും 1 സമനിലയുമാണ്, 16 പോയിന്റ് 66.67 PCTയിൽ അവർ മൂന്നാമത്. പാകിസ്ഥാൻ 2 കളി 1 ജയം 1 തോൽവി, 12 പോയിന്റ് 50% PCTയിൽ അവർ നാലാമത്. ഇന്ത്യ ആവട്ടെ ഇപ്പോൾ 9 മത്സരങ്ങൾ കളിച്ച് 4 വിജയങ്ങൾ 4 സമനിലകൾ, 4 വിജയങ്ങൾ 4 തോൽവികൾ 1 സമനില. അപ്പോൾ 52 പോയിന്റ് 48.15 PCTയിൽ നമ്മുടെ ടീം 5ാം സ്ഥാനത്ത് തപ്പിത്തടയുകയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? 7 ടെസ്റ്റ് കളിച്ചിട്ട് 2 ജയം 4 തോൽവി 1 സമനില, 26 പോയിന്റ് 30.95 PCTയിൽ അവർ 7ാം സ്ഥാനത്താണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ആ ഒരു തകർപ്പൻ തുടക്കമുണ്ടല്ലോ, അതവർ അതുപോലെ 100% പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.